ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ളതും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പിയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് നല്ല സ്വാദിഷ്ടമായ തക്കാളി ചോറ് അല്ലെങ്കിൽ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത തക്കാളിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ഇതിലേക്ക് ഇടുന്നുള്ളൂ. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഇത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. പിന്നീട് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായി ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ചിലർ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരേക്കും നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് എടുത്തു വെച്ചിരുന്ന ജീരകം അതുപോലെ കുരുമുളക് എല്ലാം കൂടി ആദ്യമേ ഇട്ടാലും കുഴപ്പമില്ല. ഞാനത് വിട്ടു പോയതുകൊണ്ട് ഇപ്പോഴാണ് ചേർക്കുന്നത്. നെക്സ്റ്റായി ചേർക്കാൻ പോകുന്നത് സവോളയാണ്. അപ്പോൾ അതിന് പകരം ചെറിയ ഉള്ളി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചെറിയൊരു സവോള മാത്രമേ അതിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. സവോള ഒന്ന് ജസ്റ്റ് വാടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചേർത്തത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഈ നെയ്യിൽ കിടന്ന് ഇത് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ടൊമാറ്റോ ആണ്. അപ്പോൾ ഇവിടെ നല്ല പഴുത്തതുപോലെയാണ് ഇരിക്കുന്നതെങ്കിലും കുറച്ച് പുളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതും കൂടെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചിലർ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയിട്ട് അങ്ങനെ തയ്യാറാക്കാറുണ്ട്. ഞാൻ ഇതുവരെയ്ക്കും അങ്ങനെ നോക്കിയിട്ടില്ല. എപ്പോഴും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തക്കാളി ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് വരെ ആഡ് ചെയ്താലും നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാകും. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ആ എണ്ണയിലും നെയ്യിലും കിടന്ന് തക്കാളി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഈ തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുക്കുന്നത് കുറച്ച് സമയം എടുക്കും. നമ്മളിത് മൂടി വെച്ചിട്ട് വഴറ്റിയെടുക്കണ്ട. അപ്പം വെള്ളം കൂടി വരുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇളക്കി ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഈ സമയത്താണ് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. അത് മല്ലിയിലയുടെ അളവൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ചേർക്കുന്ന മല്ലിയിലയുടെ അളവ് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം ഏകദേശം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നീട് കളർ കുറച്ചും കൂടി വേണമെന്ന് തോന്നിയുകൊണ്ട് വീണ്ടും ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഗരം മസാലയാണ് ചേർക്കുന്നത്. അതൊരു 1/2 ടീസ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരേക്കും നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോന മസൂരി റൈസ് ആണ്. അപ്പോൾ അത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ 2 ഗ്ലാസ് അളവിലാണ് അരി എടുത്തിരിക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 5.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ച് വേണം തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കേണ്ടത്. ഇനി അഥവാ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതിയാവും. ഇനി അതിനുശേഷം നമ്മൾ അരി വേകുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് നോക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ അരി വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. പിന്നീട് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഉണ്ടാക്കിയ ടൊമാറ്റോ റൈസിന് നമുക്ക് സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്കിത് കഴിക്കാൻ പറ്റും. ഇനി അഥവാ സൈഡ് ഡിഷ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉരുളക്കിഴങ്ങ് കൊണ്ട് എന്തെങ്കിലും ഒരു പൊരിയൽ പോലെ ഉണ്ടാക്കിയെടുക്കുകയോ അല്ലെങ്കിൽ തുവയൽ ഉണ്ടാക്കുകയോ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും സാലഡോ എന്തെങ്കിലും നമുക്കിതിൻ്റെ കൂടെ വെച്ച് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് ടൊമാറ്റോ റൈസ് കഴിക്കാൻ പറ്റും. അത്രയും സ്വാദിഷ്ടമായ ഒന്നാണിത്. ഇവിടെ നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതാണ് ഇനി ചേർക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ചെറുതായിട്ട് സിമ്മിൽ കുറച്ച് നേരം ഇട്ട് വെക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടൊമാറ്റോ റൈസ് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളും. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റും ലൈക്കും തരാനും മറക്കരുത്.